പൊതിച്ചോർ വിഷയത്തിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരനെതിരെ സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു. ഡിവൈഎഫ്ഐയെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കേണ്ടെന്ന് എൻ സുരേഷ് ബാബു. പാലക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വി.എസ്. അച്യുതാനന്ദൻ അനുസ്മരണ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു എൻ സുരേഷ് ബാബു. പൊതിച്ചോറ് തടയാൻ നിനക്കാവില്ല. നിന്റെ അപ്പന് പറ്റിയിട്ടില്ല മുരളീധര, പിന്നെയാ നിനക്ക്. അപ്പൻ മൂത്രമൊഴിക്കാൻ പോയ പോക്കിൽ നേതാവായ ആളാണ് മുരളീധരനെന്നും സുരേഷ് ബാബു പരിഹസിച്ചു. ഒരു മന്ത്രിക്ക് തലയിൽ വെളുപ്പിന്റെ പോലെയാ പൊതിച്ചോറ് ഞങ്ങൾ നിർത്തലാക്കും, നിയമ നടപടി ചെയ്യും. പൊതിച്ചോറ് ആരാത് പറഞ്ഞത്? മുരളീധരൻ ആരാണ്? കരുണാകരന്റെ മകൻ അല്ലെ, സാക്ഷാൽ കരുണാകരന്റെ മകൻ. ഈ മുരളീധരൻ ഡിവൈഎഫ്ഐക്കാരോട് പറയുമ്പോ ഒന്ന് ആലോചിക്കണ്ടേ, നിന്റെ അപ്പന് പറ്റിയിട്ടില്ല പിന്നെയാണോ മുരളീധര നിനക്ക്? സാക്ഷാൽ നിന്റെ അപ്പന് പറ്റിയിട്ടില്ല, പിന്നെ മുരളീധരൻ ഡിവൈഎഫ്ഐനെ നോക്കിയിട്ട് പൊതിച്ചോറ് നിർത്തലാക്കും. അപ്പൻ എന്താ ആള്? ചെറിയ ആളാ. അപ്പൻ കരുണാകരൻ ചെറിയ ആളല്ല. ഈ മുരളീധരന്റെ രാഷ്ട്രീയ പ്രവേശം എങ്ങനെ അറിയോ? ദിവാരത്തിന് ഓർമ്മയില്ലാവുന്നു അല്ലേ? ഈ MP-മാരുടെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുകയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ. അപ്പൊ മുരളീധരനെ പിച്ച വെച്ച് കൊണ്ടുവരികയാണ് ആര്? അപ്പൻ. ഇങ്ങനെ കൈപിടിച്ച് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരികയാണ്. കോഴിക്കോട് റെസ്റ്റ് ഹൗസിൽ ഇവരുടെ ഉന്നത അധികാര സമിതി സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്യുകയാണ്. ആന്റണി ഉണ്ട്, ഉമ്മൻചാണ്ടി ഉണ്ട്, കരുണാകരൻ ഉണ്ട്, തലമുതിർന്ന നേതാക്കളൊക്കെ ഉണ്ട്. ആന്റണിന്റെ ചെവിയിൽ എന്തോ പറഞ്ഞിട്ട് മൂത്രമൊഴിക്കാൻ പോയി. ആ മൂത്രമൊഴിക്കാൻ പോകുന്ന പോക്കിലാണ് ആന്റണി പറഞ്ഞ് മുരളീധരൻ കോഴിക്കോട് മത്സരിച്ചോട്ടെ. അങ്ങനെ അപ്പൻ മൂത്രമൊഴിക്കാൻ പോയ പോക്കിൽ നേതാവായ മനുഷ്യന്റെ പേരാണ് മുരളീധരൻ. ആ മുരളീധരനാണ് നമ്മളെ നോക്കി ഉമ്മാക്കി കാണിക്കുന്നത്. ആരെ? ഡിവൈഎഫ്ഐ. ആശുപത്രി കോമ്പൗണ്ടിനകത്ത് കൊടികെട്ടി പൊതിച്ചോർ വിതരണം ചെയ്യുന്നത് നിർത്തലാക്കുമെന്ന് മന്ത്രി മുരളീധരൻ പ്രഖ്യാപിച്ചതാണ് സുരേഷ് ബാബുവിനെ ചൊടിപ്പിച്ചത്. UTV ന്യൂസ്, പാലക്കാട്.